നമുക്ക് റണ്ണിങ് മെറ്റീരിയലിൻ്റെ ഒരു കളക്ഷനാണ്. അപ്പോൾ നമ്മൾ കോട്ടണിൽ വന്നിരിക്കുന്ന ടോപ്പിൻ്റെ മെറ്റീരിയലും അതേപോലെ നമുക്ക് പാൻറ്റിൻ്റെ മെറ്റീരിയൽ അതിന് മാച്ച് ചെയ്യുന്ന പാൻറ്റിൻ്റെ മെറ്റീരിയലും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോസ് നമ്മൾ നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് കാണുന്നവർ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുകയും ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുക. അവർക്കും നമ്മളെല്ലാവർക്കും ഗിഫ്റ്റ്, അതായത് ഓരോ പ്ലാറ്റ്ഫോമിൽ നിന്ന് 3 പേർക്ക് വീതം 9 പേർക്ക് നമ്മൾ ഗിഫ്റ്റ് അയക്കുന്നുണ്ട്. എല്ലാ മാസവും അയക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓർഡർ നമുക്ക് വാട്സപ്പ് ത്രൂ മാത്രമേ ഉള്ളൂ, വെബ്സൈറ്റ് ത്രൂ അല്ല. വാട്സപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഒക്കെ ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തന്നാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് വന്നിരിക്കുന്ന കളക്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളത്. നമ്മുടെ 9 സാരി ഗിവ് അവേ വിന്നേഴ്സിൻ്റെയും സാരീസ് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഡിസ്പാച്ച് ചെയ്യാൻ പോവുകയാണ്. 9 പേർക്ക് 3 പേര് വെച്ച് ഓരോ പ്ലാറ്റ്ഫോമിൽ നിന്നും, ഫേസ്ബുക്കിൽ നിന്ന് 3 പേർക്ക്, ഇൻസ്റ്റഗ്രാമിൽ നിന്ന് 3 പേർക്ക്, യൂട്യൂബിൽ നിന്ന് 3 പേർക്ക്, മൊത്തം 9 പാർസൽ 9 പേർക്ക് ഗിവ് അവേ കൊടുക്കാൻ പോവുകയാണ്. അമ്മണി വാവച്ചൻ, റിനി ജോർജ്, ശ്രീലത എസ് ഇവരുടെ എല്ലാം പാർസൽ നമ്മൾ അയക്കുന്നതായിരിക്കും ഇന്ന് തന്നെ. അപ്പോൾ ഈ സാരി ഗിവ് അവേയിൽ ഈ 9 പേരാണ് ജയിച്ചിരിക്കുന്നത്. 3 പ്ലാറ്റ്ഫോമിൽ നിന്ന് 3 പേര് വെച്ച് മൊത്തം 9. അപ്പോൾ എല്ലാ മാസവും നമുക്ക് ഇതേപോലത്തെ ഗിവ് അവേസ് ഉണ്ടാവും. എല്ലാ മാസവും നമ്മൾ ഡിസ്പാച്ച് ചെയ്ത് സാരീസ് നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. ഇത് ജയിക്കാൻ വേണ്ടി ആകെ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. നിങ്ങൾ ഏത് ചാനലിലാണോ കാണുന്നത്, യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക, ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുക. നമ്മളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും താഴെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അത് ലൈക്ക് ചെയ്യുക. റെഗുലർലി ചെയ്യുന്ന ആൾക്കാരിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് എല്ലാ മാസവും ഓരോരോ ആൾക്കാർക്ക് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതായിരിക്കും. 3 പേരെ വെച്ച് ഓരോ പ്ലാറ്റ്ഫോമിൽ നിന്ന്. അപ്പോൾ 9 പേർക്ക് എല്ലാ മാസവും സാരീസ് ഇങ്ങനെ ഗിഫ്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. നമുക്ക് ഈ റണ്ണിങ് മെറ്റീരിയൽ ഇത് കോട്ടണിൽ വന്നതാണ്. അപ്പോൾ നമുക്ക് ഈ അപ്കമ്മിങ് സമ്മർ സീസണിനൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആട്ടോ. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് തന്നെ ഇങ്ങനെ എടുത്ത് കുറച്ച് ടോപ്സൊക്കെ ഒരു സമ്മറിന് സ്പെഷ്യലിന് വേണ്ടിയിട്ട് കുറച്ച് ടോപ്സൊക്കെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു പാറ്റേണിലൊക്കെ ടോപ്പ് തയ്ക്കുവാണെങ്കിൽ ഉണ്ടല്ലോ നല്ലതാണ്. നമുക്ക് ലെഗിങ്സൊക്കെ ഇട്ടാലും മതി. ഞാൻ സ്ലിറ്റ് ഇല്ലാതെയാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 2-3 ഇങ്ങനെ പ്ലീറ്റൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരി വയറൊക്കെ ഉള്ളവർക്കാണെങ്കിലും വയറൊന്നും അറിയില്ല, നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാനിത് വിത്തൗട്ട് ലൈനിങ് ആട്ടോ തയ്ച്ചിരിക്കുന്നത്, ലൈനിങ് ഒന്നും ഇല്ല ഇതിന്. നല്ല കംഫർട്ടബിളാണ് നമുക്ക് ഇടാനായിട്ട്. അപ്പം അതിനോട് യോജിക്കുന്ന കുറേ പാറ്റേൺസ് മെറ്റീരിയൽസാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് വരുന്നത് വൈറ്റിൽ ഇങ്ങനെ ഒരു പിങ്ക് ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഡിസൈനാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ 180 ഇതിൻ്റെ മീറ്റർ റേറ്റ് വരുന്നത്. വൈറ്റ് ആയതുകൊണ്ട് ഇതിന് ഒരു ലൈനിങ്, ചെറിയൊരു ലൈനിങ് കൊടുക്കുന്നതായിരിക്കും. നമ്മൾ ആ ഒരു കനം കുറഞ്ഞ ലൈനിങ് കിട്ടുമല്ലോ, അങ്ങനെ ഒരു ലൈനിങ് കൊടുക്കുന്നതായിരിക്കും നല്ലത്. വൈറ്റ് ആകുമ്പോൾ ചെറിയൊരു ഇതുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിന് മാച്ചിങ് പാൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കളറ് അത്യാവശ്യം. പിന്നെ അതേ നമ്മുടെ കയ്യിൽ ഇതിന് ഇങ്ങനെ പാൻറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ പാൻറ്റിൻ്റെയൊക്കെ റേറ്റ് വരുന്ന 599. ഞാനിപ്പോൾ എല്ലാ കളറിനും പാൻറ്റ് കാണിക്കുന്നില്ല. നിങ്ങൾ പാൻറ്റ് വേണം എന്നുള്ളവരൊന്ന് ചോദിച്ചാൽ മതി. അപ്പോൾ ഇവിടുന്ന് പിള്ളേർ മാച്ച് ചെയ്യുന്ന പാൻറ്റ് സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരും. ഇത് 599 റേഞ്ചിൽ വരുന്ന പാൻറ്റാണ്. അത് ഇതേപോലെ ലൂസായിട്ടുള്ള പാൻറ്റാണ് കേട്ടോ, സ്ട്രെയിറ്റ് പാൻറ്റാണ്. ഇതേപോലെ വരും. അപ്പോൾ ഇതൊക്കെ ഇതിന് കറക്റ്റ് മാച്ചായിട്ട് പോകുന്ന പാൻറ്റുകളാണ്. അല്ല ഇനി വൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ഉണ്ട്, ഓഫ് വൈറ്റ്, പല ഷെയ്ഡ്സിലുള്ള പാൻറ്റുകളും അവൈലബിൾ ആണ്. അങ്ങനെ സെറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ നമുക്ക് പറഞ്ഞാൽ മതി. ടോപ്പ് മാത്രം മതിയെങ്കിൽ അങ്ങനെ. ഞാനിപ്പോൾ ചുമ്മാ സാമ്പിളിന് ഒരു 2-3 പാൻറ്റ് എടുത്ത് കാണിച്ചു എന്നേ ഉള്ളൂ. നമുക്ക് കുറേ കളേഴ്സ് പാൻറ്റ് അവൈലബിൾ ആണ്. ഇത് ബ്ലാക്ക്, ബ്ലാക്കിന് ഇങ്ങനെ പാൻറ്റ് ഉണ്ടോ. നല്ല മെറ്റീരിയലാണ് ഇത്. നല്ല ഇടാനും നല്ല സുഖം, ഒട്ടും നേരിലടിക്കുന്ന മെറ്റീരിയലും അല്ല. നല്ല മെറ്റീരിയലാണ്. നമുക്ക് ഷോപ്പിലാണെങ്കിലും നല്ലതായിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഐറ്റമാണ് ഇതൊക്കെ. അപ്പോൾ പാൻറ്റ് വേണ്ടവർ പാൻറ്റ് പറയണം കേട്ടോ. ഇതിപ്പോൾ ബ്ലാക്കിൽ വന്നിരിക്കുന്ന ഇതൊക്കെ കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ അതിനിങ്ങനെ പാൻറ്റ് വേണമെങ്കിൽ ഇങ്ങനെ ബ്ലാക്ക് ഇങ്ങനെ ഈ പാൻറ്റ് വയ്ക്കാം. അല്ല ഇനി ബോട്ടത്തിന് റണ്ണിങ് മെറ്റീരിയൽ ആയിട്ട് നമുക്ക് പാൻറ്റ് തയ്ക്കാൻ വേണമെങ്കിൽ അങ്ങനെയുണ്ട്. ഇതിപ്പോൾ വൈറ്റ് വേണമെങ്കിൽ ഇതിന് വൈറ്റ് ബോട്ടം ഇടണമെങ്കിൽ ഇങ്ങനെ വൈറ്റ് ബോട്ടം നമുക്ക് കിട്ടും. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ 165 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് 180. ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ വരുമ്പോൾ ഈ ബോട്ടത്തിൻ്റെ മെറ്റീരിയൽ നല്ല മെറ്റീരിയലാട്ടോ, നല്ല കോട്ടണിൽ വരുന്ന നല്ല മെറ്റീരിയലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ. ഇതിൻ്റെ ബ്ലാക്കും കൂടെ കാണിച്ചു. പിന്നെ ബ്ലാക്കിൽ വേണമെങ്കിൽ അതും ഉണ്ട്. ബ്ലാക്കിൽ ഇതും 180 പെർ മീറ്റർ റേറ്റ്. ഇതും ബോട്ടത്തിന് അങ്ങനെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഏത് കോമ്പിനേഷനിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ.
അടുത്തത് വരുന്നത് ഒരു ബ്രിക്ക് മെറൂൺ ഷെയ്ഡ് 180 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ബ്രിക്ക് മെറൂൺ, അതിനകത്ത് ബ്ലാക്കും ഒരു ലൈറ്റ് ബേജൊക്കെയാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഇങ്ങനെ ബ്ലാക്കിൽ പെയർ ചെയ്യാനാണെങ്കിൽ ബ്ലാക്കിൽ ഇങ്ങനെ പെയർ ചെയ്യാം. അല്ല പാൻറ്റ് റെഡി ടു വെയർ പാൻറ്റ് ആണെങ്കിൽ പാൻറ്റ് വെച്ച് നമുക്ക് പെയർ ചെയ്യാം. രണ്ടും 180 ബോട്ടത്തിൻ്റെ മെറ്റീരിയലും പാൻറ്റിൻ്റെ മെറ്റീരിയലും നമുക്ക് 180 പെർ മീറ്റർ റേറ്റ് വരുന്നത്. നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. അടുത്തത് വരുന്നതും 180 തന്നെ. ഇതിപ്പം ഏകദേശം ഞാനിട്ടിരിക്കുന്ന ഈ കളറിനോട് സാമ്യമുള്ള ഷെയ്ഡ്. 180 പെർ മീറ്റർ റേറ്റ്. ഇതൊന്നും ലൈനിങ് ഇടേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മൾ ഇച്ചിരി ഇതേപോലെയൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ സ്ലിറ്റൊന്നും ഇല്ലാതെയല്ലേ തയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒത്തിരി ചേർന്ന് കിടക്കുകയില്ല. നല്ല കംഫർട്ടബിളായിട്ട് ഇടാം. ലൈനിങ് ഒന്നും വേണ്ട ഇതിനൊന്നും. അടുത്തത് വരുന്നത് ബ്ലാക്കിൽ തന്നെ ഇതേപോലെ 158 ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വരുന്നത്. ഇങ്ങനെ വരും. ഇല്ലല്ല സെയിമാണ് ഇങ്ങനെ വന്നാലും. ഇതിനകത്ത് ഒരു ബ്ലാക്കിൽ ഇത് കണ്ടോ ഒരു ഡിസൈൻ വരുന്ന ഒരു ഗ്രീനിഷ് ടോണും മെറൂണും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഡിസൈൻ അതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് കളർ, മെറൂൺ ഇടണമെങ്കിൽ മെറൂൺ ഇടാം, ബ്ലാക്ക് ഇടണമെങ്കിൽ ബ്ലാക്ക് ഇടാം, ഓഫ് വൈറ്റ് ഇടണമെങ്കിൽ ഓഫ് വൈറ്റ് ഇടാം, ഏത് കളർ വേണമെങ്കിലും ഇടാം. അടുത്തത് വരുന്നത് ഇതിൻ്റെ ബേസ് കളർ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഗ്രേ ബേജ് ചേർന്ന ഒരു ഷെയ്ഡ്. 195 ഇതിൻ്റെ പെർ മീറ്റർ റേറ്റ് വരുന്നത്. ഇതൊക്കെ അത്യാവശ്യം തിക്നെസ് ഉള്ള മെറ്റീരിയലാണ് കേട്ടോ. നമുക്കങ്ങനെ ലൈനിങ് ഇടേണ്ട ആവശ്യമില്ല. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കോട്ടണിൽ വരുന്നത് ഇത് ചെറിയ എന്ന് വെച്ചാൽ ചെറുതായിട്ടൊരു വ്യത്യാസമുണ്ട് കേട്ടോ. എക്സാക്റ്റ് മാച്ച് എന്നൊന്നും ഞാൻ പറയുന്നില്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. പിന്നെ ബോട്ടം ആയതുകൊണ്ട് അത്ര നമുക്കങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കില്ല. അടുത്തത് വരുന്നത് ഒരു നല്ലൊരു ബ്ലൂ ഗ്രീനും കൂടെയൊക്കെ ചേർന്ന പോലുള്ളൊരു ഷെയ്ഡ്. ഇതിൻ്റെയും റേറ്റ് വരുന്നത് 180. ഇതിന് വേണമെങ്കിൽ നമുക്ക് കണ്ടോ ഈ ഒരു യെല്ലോ കോംബോ ചെയ്ത് വേണമെങ്കിൽ നമുക്കിടാം. അല്ല ഇതിനിപ്പോൾ ഓഫ് വൈറ്റ് വേണമെങ്കിൽ ഓഫ് വൈറ്റ് ആയിട്ട് അങ്ങനെ വേണമെങ്കിലും ഇടാം. ഇത് ബോട്ടം മെറ്റീരിയൽ 180 ആട്ടോ. ഇതൊക്കെ നല്ല കോട്ടൺ മെറ്റീരിയലാണ്, നല്ല തിക്നെസ് ഉള്ള നല്ല കോട്ടൺ മെറ്റീരിയലാണ്. അടുത്തത് വരുന്നത് ഒരു പർപ്പിൾ ആൻഡ് ഇതിനകത്തേക്കൂടെ വന്നിരിക്കുന്ന റേറ്റ് എത്രയാണ്? 150. ഇത് 150 പെർ മീറ്റർ റേറ്റ്. ഇത് കണ്ടോ ഇതിൻ്റെ ഇതാ നല്ല വശം. ഈ ഒരു കളർ കണ്ടോ, ഈ കളറും ഇതുമായിട്ട് കറക്റ്റ് മാച്ചിങ്ങിൽ ഇങ്ങനെ കോൺട്രാസ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ ഇടാം. അല്ല ഇനി സെയിം ഈ ഒരു പർപ്പിൾ ടോണിൽ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് ഇടാം. രണ്ടും കോട്ടൺ ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഉപയോഗിക്കാനായിട്ട്. അടുത്തത് വരുന്നതും 165 പെർ മീറ്റർ റേറ്റ്. ഇതിനകത്തൊരു 195 പെർ മീറ്റർ റേറ്റ്. ഇതിനകത്തൊരു മെറൂൺ ഷെയ്ഡ് ഇതതിൻ്റെ ബോട്ടം എക്സാക്റ്റ് മാച്ചിങ് ആണ്, കറക്റ്റ് അതേ ഷെയ്ഡ് തന്നെ. ഇനി ഇതിനൊക്കെ റെഡി ടു വെയർ ആയിട്ടുള്ള ബോട്ടം വേണമെങ്കിലും ചോദിച്ചാൽ മതി. നമ്മളിവിടെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് നമ്മൾ ഇട്ട് തരാം കേട്ടോ. ഇതൊരു 180 ഇത് മീറ്റർ റേറ്റ് വരുന്നത്. നല്ല കോട്ടൺ ആട്ടോ. ഇതൊക്കെ നല്ല മെറ്റീരിയൽ, നല്ല സൂപ്പർ മെറ്റീരിയലാണ്. ഇത് കണ്ടോ ഇതൊരു ഗ്രീനിഷ് ടോണാണ്. ആ ഗ്രീനിഷ് ടോണിൽ ഇങ്ങനെ ഒരു മെറൂൺ ആൻഡ് പിങ്ക് കോംബോയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മെറൂൺ ബോട്ടം, ഇത് കോട്ടൺ സിൽക്കിൽ വരുന്ന ബോട്ടമാണ്. ഇങ്ങനെ മെറൂൺ റെഡ് ആ ഒരു ഷെയ്ഡ് അങ്ങനെ പെയർ ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ പെയർ ചെയ്യാം. ഈ മെറ്റീരിയൽ ആണെങ്കിലും നമുക്ക് ഒട്ടും ചൂടെടുക്കുന്ന മെറ്റീരിയൽ അല്ല കേട്ടോ. ഈ കോട്ടൺ സിൽക്കിൻ്റെ മെറ്റീരിയലും നല്ല കംഫർട്ടബിളാണ്, നമുക്ക് ഉപയോഗിക്കാൻ ഒട്ടും ചൂടെടുക്കില്ല. അതിൻ്റെ തന്നെ നേവി ബ്ലൂ. അപ്പോൾ ആ നേവി ബ്ലൂവിന് വേണമെങ്കിലും മെറൂൺ അത് കണ്ടോ ഇങ്ങനെ മെറൂൺ വെച്ച് പെയർ ചെയ്യാം. അല്ല ഇനി നേവി ബ്ലൂ തന്നെ വേണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നേവി ബ്ലൂവിൽ കോട്ടണിൽ വന്നിരിക്കുന്ന മെറ്റീരിയലും ഉണ്ട്. രണ്ട് രീതിയിലും നമുക്ക് കോംബോ ചെയ്യാം. അടുത്തത് വരുന്നതും ഒരു പർപ്പിൾ കോമ്പിനേഷൻ. ഇങ്ങനെ ഇതിന് വേണമെങ്കിൽ ഇങ്ങനെ ഒരു ഓഫ് വൈറ്റ് കോംബോ. ഇതൊരു ഓഫ് വൈറ്റ് അല്ല, ഒരു ലൈറ്റ്
ലൈറ്റ് ഒരു ബേജും അങ്ങനെ ഒരു ടോണാട്ടോ. ഇത് ആയിട്ട് നന്നായിട്ട് നമുക്ക് മാച്ച് ചെയ്ത് പോകും. ഇതിൻ്റെയും റേറ്റ് വരുന്നത് 150 പെർ മീറ്റർ റേറ്റ് വരുന്നത്. അടുത്തത് വരുന്നത് ഇത് കണ്ടോ, ഒരു ലൈറ്റ് ബ്രൗണിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് 180. ലൈറ്റ് ബ്രൗണിൽ ഇതേപോലെ ഒരു ബ്രിക്ക് ആൻഡ് ബ്ലാക്കാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഇതിന് ബ്ലാക്കും നമുക്ക് സ്യൂട്ടാകും. എനിക്ക് ഈ ഒരു കോംബോ വെച്ചപ്പോഴും ഒരു ഇഷ്ടമായി. കാരണം ഇതൊരു ലൈറ്റ് ബ്രൗൺ ആണ്, ഇതൊരു ഡാർക്ക് ബ്രൗൺ. അങ്ങനെ ഒരു കോംബോയും ഇതിന് ഇങ്ങനെ വെക്കുമ്പം എനിക്കൊരു സ്യൂട്ടായിട്ട് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എടുത്തോ. എനിക്കിങ്ങനെ വെച്ചപ്പോൾ ഒരു മാച്ചിങ് പോലെ തോന്നിയതുകൊണ്ടാണ് ഞാനിത് കാണിച്ചത്. അല്ലെങ്കിൽ നമുക്ക് ബ്ലാക്ക് വേണമെങ്കിൽ ബ്ലാക്ക് ചെയ്യാം. അടുത്തത് വരുന്നത് ഇതെല്ലാം കോട്ടണിലാട്ടോ ഈ കാണിക്കുന്നത്. അടുത്തത് വരുന്നത് 180 പെർ മീറ്റർ റേറ്റ്. ജെറ്റ് ബ്ലാക്ക് ടോൺ ആണ്. അതിനകത്ത് ഇങ്ങനെ ഒരു മെറൂൺ. അപ്പോൾ ഇതിന് വേണമെങ്കിൽ നമുക്ക് ബ്ലാക്ക് ചെയ്യണമെങ്കിൽ ബ്ലാക്ക് ചെയ്യാം. അല്ല, ഇത് ഇച്ചിരി ഭയങ്കര ഇതായിപ്പോവും അല്ലേ, ഓഫ് വൈറ്റ്. അത് നോക്കട്ടെ. അല്ല, ആ ഒരു ഷെയ്ഡല്ല. അടുത്തത് ബ്ലാക്ക് ആൻഡ് ഒരു ബ്രിക്ക് മെറൂൺ ഷെയ്ഡ്. ഇങ്ങനെ വരും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 180 പെർ മീറ്റർ റേറ്റ് വരുന്നത്. മെറൂണൊക്കെ പാൻറ് ഇട്ടാൽ മതി ഇതിന്, അല്ലെങ്കിൽ ബ്ലാക്ക് ഇടാം. അടുത്തത് വരുന്നത് ഇതൊരു പർപ്പിൾ, അങ്ങനെ ഒരു ഷെയ്ഡ്. അതിനൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് ക്രീമാണ്, ലൈറ്റ് ക്രീം. വേണമെങ്കിൽ നമുക്കിങ്ങനെ ഈ ഒരു ലൈറ്റ് ക്രീമിൽ വരുന്ന എന്താ പിങ്ക് ചേരുമെന്ന് ഇവർ പറയുന്നു. ഞാനൊന്ന് വെച്ച് നോക്കട്ടെ. പിങ്ക് വേണമെങ്കിൽ ഓക്കെ ആക്കാം. ഇവിടെ ചെറിയൊരു പിങ്കിൻ്റെ ഒരു ടോൺ വരുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഓഫ് വൈറ്റ്. ഇതിനകത്തൊക്കെ പിന്നെ നമ്മൾ എടുക്കുന്ന കോംബോയാണല്ലോ. അടുത്തത് ഒരു ഗ്രീനിഷ് ടോൺ. അതിനൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഈ ഒരു ക്രീം ഇങ്ങനെ മാച്ച് ചെയ്ത് പോകും. എത്ര റേറ്റ്? 195 പെർ മീറ്റർ റേറ്റ്. ഇനി അതിൻ്റെ തന്നെ യെല്ലോ, ഒരു ഗ്രീനിഷ് യെല്ലോ, മസ്റ്റാർഡ് യെല്ലോ. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മാച്ച് ചെയ്ത് പോകും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ റണ്ണിങ് മെറ്റീരിയലിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങളുടെ വാട്സപ്പിലേക്ക് അയച്ചു തരിക. നമ്മൾ പോസ്റ്റായിട്ടോ കൊറിയറായിട്ടോ അയച്ചു തരുന്നതായിരിക്കും. പുതിയ കളക്ഷൻസുമായി നമ്മൾ വീണ്ടും കാണും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.